ഞാൻ നിങ്ങളുടെ കറന്റ് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യണത് ഇന്ന്. ആൻഡ് ഈ റീഡിങ്ങിൽ ഞാൻ കണ്ടത് എന്താ വെച്ചാൽ, ഏതോ ഒരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവർ എന്തിനാണ് തിരിച്ചു വരണേ, എന്ത് ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് വരണേ, എന്താണ് അവർക്ക് വേണ്ടത്, ആൻഡ് നിങ്ങൾ ഏത് എനർജിയിലാണ്, നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻസ് എന്തായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ഈ റീഡിങ്ങിൽ. അപ്പോൾ ഈ റീഡിങ്ങിനെ തുടക്കം തൊട്ടിട്ട് എൻഡ് വരെ നോക്കുക. നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗ് തുടങ്ങാം. ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗൈഡൻസ് എന്താ പറയണേ, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിംഗ് എന്താണ് പറയണതെന്ന് നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ എരീസ്, ഇത് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ്. ഇത് എരീസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് ഒരു പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. വാട്സാപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. നിങ്ങൾ ഇതുവരെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അപ്പോൾ ഏരീസ്, ഞാൻ കാണുന്നത് ഇവിടെ എന്തോ ഒരു കാര്യം പുറത്തു വരാൻ പോകുന്നുണ്ട്, എന്തോ ഒരു ക്ലാരിറ്റി വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഞാൻ കാണുന്നത് ഇവിടെ ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പുറത്തു വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലിയർ എനർജിയാണ് കാണുന്നത്. എബണ്ടൻസ് ഉണ്ട്, പക്ഷേ ക്ലാരിറ്റിയാണ് കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇവിടെ. നിങ്ങൾ എസ്പെഷ്യലി മാരീഡ് ആണ് വെച്ചാൽ ഇവിടെ എന്തോ ഒരു ന്യൂസ് നിങ്ങൾക്ക് കിട്ടും. വേറെ മെസ്സേജ് എനിക്ക് വരണത് എന്താ വെച്ചാൽ, എന്തോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അതുപോലെ എന്തോ ഒരു ഔട്ട്കം വരാൻ പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണ് ഈ. അതെ, എനിക്ക് എന്താ ഒരു ഇൻഫർമേഷൻ്റെ എനർജിയാണ് കിട്ടണേ. അപ്പോൾ എന്തോ ഒരു ഇൻഫർമേഷൻ പുറത്തു വരുന്നുണ്ട്, എന്തോ നിങ്ങൾക്ക് ഒരു ന്യൂസ് കിട്ടുന്നുണ്ട് ഈ മാസം. ഇപ്പോൾ ഈ ന്യൂസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. പക്ഷേ എന്തോ ഒരു ക്ലാരിറ്റി വരണ എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ ഞാൻ കാണുന്നത് പാസ്റ്റിൽ ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു കണക്ഷനിൽ, റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിരുന്നില്ല. ചിലവർക്ക് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. അതല്ല വെച്ചാൽ കുറേ ട്രാവൽ ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പോണത് സ്റ്റെബിലിറ്റിയുടെ ഡയറക്ഷനിലേക്കാണ്. പക്ഷേ ഇവിടെ ഒരു എൻഡിങ് ഉണ്ട്, ഒരു ബിട്രയലിൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു ഡിഫിക്കൾട്ട് സമയം ഉണ്ടായിരുന്നു നിങ്ങളുടെ പാസ്റ്റിൽ, പക്ഷെ അത് നിങ്ങൾ വിട്ട് മുമ്പോട്ടേക്ക് പോവാണ്. ഒരു റിലേഷൻഷിപ്പിനെ വിട്ടു പോവാണ്, ഇല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വിട്ടു പോവാണ്. അതൊരു കുറേ പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരുന്നു. ഈ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നിങ്ങൾ അതിന്ന് മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങിയിരിക്കണോ. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ ഞാൻ കാണുന്നത് അവരും ഹാർട്ട് ബ്രോക്കൺ തന്നെയാണ്. അവർക്കും ഒരു കുറേ വിഷമമുണ്ട്. പക്ഷേ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണാണ്ട്. ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ രണ്ടാളും ഒരു നോ കോണ്ടാക്റ്റിലാണ് വെച്ചാൽ അവരുടെ ഇപ്പോൾ ശ്രദ്ധ മുഴുവനെ അവരുടെ കരിയറിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പാസ്റ്റിൽ എന്താ ഉണ്ടായേ? പാസ്റ്റിൽ ഞാൻ കാണുന്നത് ചില ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഈ പേഴ്സൺ എന്തോ മറച്ചു വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പും കുറേ ഒരു ഫോർമൽ ആവാൻ തുടങ്ങി. കാര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് അവരോട് കാര്യങ്ങൾ തുറന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കുറേ ബ്ലോക്സ് ഉണ്ടായിരുന്നു, കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കാണുന്നത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പാസ്റ്റിൽ. പക്ഷെ നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു എല്ലാം ശരിയാവും എന്ന്. ബട്ട് അത് ഉണ്ടായില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ കാണുന്നത് ഒരു ഹാർട്ട് ബ്രേക്ക്, ഒരു ബ്രേക്കപ്പ് എനർജിയാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്? അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ വഴക്കുണ്ടായിട്ടാണ് ഈ ബ്രേക്കപ്പ് ഉണ്ടായേ. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്തു, നിങ്ങൾ തീരുമാനിച്ചു ഇപ്പോൾ എനിക്കിതിൽ എഫേർട്ട് ഇടണം എന്നില്ല. നിങ്ങൾ കുറേ പ്രാക്ടിക്കലായി ഒരു തീരുമാനം എടുത്തു. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പേഴ്സണിൻ്റെ കൂടെ അത്രയൊരു ഇമോഷണൽ കണക്ഷനും ഇല്ല, കുറേ ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് നിങ്ങൾ പെരുമാറണത്. അപ്പോൾ ഇമോഷൻസ് ഉണ്ടായാലും നിങ്ങളത് കാണിക്കില്ല.
ഈ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് സോറി പറയണം എന്നുണ്ടാവും, മാപ്പ് ചോദിക്കണം എന്നുണ്ടാവും. ഇവിടെ ഒരു ഫാമിലി കണക്ഷൻ കാണാണ്ട് നിങ്ങൾ മാരീഡ് ആയിരിക്കാം, നിങ്ങളുടെ കുട്ടികളുണ്ടാവാം. ഇവർ ഹീൽ ചെയ്യാൻ നോക്കുകയാണ്, ഒരു ബ്രേക്ക് എടുത്തിരിക്കണോ നിങ്ങൾ രണ്ടാളും, നോ കോണ്ടാക്റ്റ് ആയിരിക്കാം. പക്ഷേ ഇവർക്ക് ആദ്യം റീകണക്ട് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ? ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ നിങ്ങൾ സ്ലോ ആൻഡ് സ്റ്റഡി എനർജിയിലാണ്. കൂടുതൽ നിങ്ങളുടെ കരിയർ, റൂട്ടീൻ അതിലേക്കാണ് ഫോക്കസ് ചെയ്യണത്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ഒട്ടും ഒരു ഷുവർ അല്ലാത്ത എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും ഈ പേഴ്സണിന് വേറൊരു ചാൻസ് കൊടുക്കണം എന്ന്, പിന്നെ തോന്നും ഇത് ശരിയാവില്ല എന്ന്. അതുമാത്രമല്ല, നിങ്ങളുടെ ഇൻറ്റൻഷനിൽ ഞാൻ കാണുന്നത് നിങ്ങൾ ഇപ്പോൾ മേ ബി മൂവ് ഓൺ ചെയ്തിട്ട് വേറെ ആൾക്കാരെ ഡേറ്റ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വേറെ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, പുറത്തേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്, സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങളൊരു പുതിയ തുടക്കത്തിൽ പോകാനുള്ള പ്ലാനാണ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഇവർ ഷുവർ അല്ല എന്താ വേണ്ടതെന്ന്. ഇമോഷണലി അവർക്കൊരു മാതിരി തോന്നുന്നു, പ്രാക്ടിക്കലി അവർക്ക് വേറെ മാതിരി തോന്നുന്നു. അവർക്കൊരു പാഷനറ്റ് ബിഗിനിങ് വേണം എന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ എന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ ഒരു സെൻസ് ഓഫ് ലോസ് ഉണ്ട് അവർക്കൊരു ലോസ് ഉണ്ടായ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് അവരുടെ ഇൻറ്റൻഷനിലും ഇവിടെ ഒരു റീകണക്ഷൻ ആണ്. അപ്പോൾ എന്താണ് ആക്ഷൻ? നിങ്ങളെ ആക്ഷൻ എന്താ എടുക്കാൻ പോണത് ഏരീസ്? നിങ്ങളുടെ കാര്യങ്ങളാണ്, അതിലാണ് ഫോക്കസ് ചെയ്യണത്. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ കാര്യം, വീട്ടിൻ്റെ കാര്യം, ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ കാര്യം, അതൊക്കെയാണ് അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. കുറേ സെൽഫ് കോൺഫിഡൻറ്റ് എനർജിയിലാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഒട്ടും ഹാപ്പി അല്ല. ഈ സിറ്റുവേഷന് വിട്ടുപോയിരിക്കണു, ഓൾറെഡി മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങിയിരിക്കണു. ഞാനിവിടെ കാണുന്നത് നിങ്ങൾ ഫ്ലോയിൽ പോവാണ്, മുമ്പോട്ടേക്ക് പോവാണ്. ഇവിടെ ഈ പേഴ്സൻ്റെ ആക്ഷനിൽ ഞാൻ കാണുന്നത് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അവർക്ക് തിരിച്ചു വരണം എന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അവർക്ക് ഈ റിലേഷൻഷിപ്പിനെ റീകൺസൈൽ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ എന്താണ് ഔട്ട്കം ഉണ്ടാവുക? ഔട്ട്കം ഇവിടെ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ അത്ര ഷുവർ അല്ല. നിങ്ങളുടെ മനസ്സിലൊരു പേടിയുണ്ട്. എന്താ വെച്ചാൽ ഈ പേഴ്സൺ ആദ്യം നിങ്ങളെ ചീറ്റ് ചെയ്യുമോയെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതുമാത്രമല്ല, കുറേ ഒരു ഇന്നർ സ്ട്രെങ്ത്തിൻ്റെ എനർജി കാണാണ്ട്. അപ്പം നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ നോന്ന് പറയില്ല, പക്ഷേ എനിക്ക് തോന്നില്ല നിങ്ങൾ അത്ര ഒരു കോൺഫിഡൻ്റ് ആണെന്ന്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ചിലവർക്ക് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ വേറൊരു ചാൻസ് കൊടുക്കാൻ റെഡി ആയിരിക്കും. പക്ഷേ ചിലവർ ഇതിനെ വിട്ട് മുമ്പോട്ടേക്ക് പോകാനുള്ള തീരുമാനം എടുത്തിരിക്കണു. അപ്പോൾ അത് എല്ലാവർക്കും ഒരുമാതിരി ഔട്ട്കം ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്, അവർക്ക് എന്താണ് നിങ്ങളോട് പറയേണ്ടത്? അവർ പറയണത് എന്താ വെച്ചാൽ ഐ ന്യൂ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ്. ഐ ലുക്ക് ഫോർ യു എവ്രിവെയർ. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. സംടൈംസ് ഐ സ്റ്റേ അവേക്ക് തിങ്കിങ് അബൌട്ട് യു. അപ്പോൾ അതുകൊണ്ട് രാത്രി അവർക്ക് ശരിക്കും ഉറക്കമില്ല. ഈ സിറ്റുവേഷൻ നിങ്ങൾ എല്ലാത്തിനെയും അവർ പറഞ്ഞ എല്ലാത്തിലും അവർക്ക് കുറച്ചൊരു ഗിൽട്ട് ഉണ്ടെന്ന മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് അവരെ കുറേ. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ്? റൊമാൻസ് ഏഞ്ചൽ കാർഡ്സിൻ്റെ വെരി സൂൺ. അപ്പോൾ ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ. അപ്പോൾ ഏരീസ്, ഞാൻ കാണുന്നത് നിങ്ങളോട് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് അത് ക്ലിയർ ആയിട്ട് ഡിസൈഡ് ചെയ്യുക. നിങ്ങൾ മൂവ് ഓൺ ചെയ്യണ്ടോ, അതല്ല വെച്ചാൽ നിങ്ങൾ ഇവർക്ക് ഒരു വേറെ ചാൻസ് നിങ്ങൾക്ക് കൊടുക്കണോ? ഇവിടെ വന്നിരിക്കണ റിലീസ് യുവർ എക്സ് ആണ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾ റിലീസ് ചെയ്യുക. ഇറ്റ്സ് ടൈം ടു ക്ലിയർ യുവർ എനർജി.
ഓക്കെ, അപ്പോൾ ആ മെസ്സേജ് ഇവിടെ ക്ലിയർ ആണ്. ചിലവർക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനെ റിലീസ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഇവിടെ കാർഡ്സ് ഞാൻ കാണുന്നത് ലിയോ ഉണ്ട്, കുറേ സ്ട്രോങ് ആയിട്ട് ലിയോ ഏരീസ് കാണാണ്ട്, പൈസീസ് ക്യാൻസർ സ്കോർപ്പിയോ ഉണ്ട്, പിന്നെ ടോറസും ഉണ്ട്. അതല്ലാണ്ട് ഇവിടെ വന്നിരിക്കണേ പൈസീസ് ആണ്. ഓക്കെ, അപ്പോൾ പൈസീസ് ഇവിടെ വന്നിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ സൈൻ ഒരു പൈസീസ് ആവാം, ലീബ്ര ആവാം. ഇവിടെ സ്കോർപ്പിയോ വന്നിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ലീബ്ര കാർഡ് കണ്ടു. പിന്നെ ഇവിടെ ലീബ്ര, ഞാൻ പറഞ്ഞ മാതിരി തന്നെ ലീബ്ര വന്നു. ആൻഡ് ഇവിടെ സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ട് യെസ് എന്ന് എഴുതുക ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.